ഏതായാലും ഇന്നത്തെ ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള എക്സ്പെക്ടേഷൻസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. സർ, കേൾക്കാമോ? സർ, ഇന്നലത്തെ ഒരു US സൂചികകളിലേക്ക് നോക്കുമ്പോഴേക്കും ഇന്നലെ FOMC യോഗ തീരുമാനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ തലസ്ഥിതി തന്നെ തുടരുന്നൊരു നയമാണ് FOMC ഫെഡ് സ്വീകരിച്ചിരിക്കുന്നത്. സൂചികളിലേക്ക് എത്തുകയാണെങ്കിലും പൊതുവേ മിക്സഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫോ അല്ലെങ്കിൽ കാര്യമായിട്ടൊരു അപ്സൈഡ് മൂവ്മെൻറ്റോ ഡൗൺ സൈഡ് മൂവ്മെൻറ്റോ കാണാൻ സാധിച്ചിട്ടില്ല. അമേരിക്കൻ വിപണിക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ഇന്നലെ നമ്മൾ ഇതേ ഫോർത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ച ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അതിന്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 45,071 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആയി മാറിയിട്ടുണ്ട്. സോ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ആ ഒരു ലെവലിൽ എത്തിയപ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 43,600 പോയിന്റ് സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. എനിക്ക് തോന്നുന്നില്ല അറ്റ് ദ സ്റ്റേജ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നമുക്ക് ശക്തമായിട്ട് ഒരു അപ്സൈഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 45,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇതിലെ ബാങ്കിങ് സ്റ്റോക്സ്, അതായത് JP Morgan, ബാങ്ക് നോവ സ്കോഷ്യ, ബാങ്ക് ഓഫ് ന്യൂയോർക്ക് മെലൻ, ബാങ്ക് ഓഫ് അമേരിക്ക, സിറ്റി ബാങ്ക് മുതലായ സ്റ്റോക്സ് ഒക്കെ നോക്കുമ്പോഴേക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അണ്ടർടോൺ തുടരുന്നുണ്ട്. നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ പോലും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു ഫ്ലാറ്റ് ആയിട്ട് ഒരു മൂവ്മെന്റ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. നിലവിലുള്ള ഓൾ ടൈം ഹൈയുടെ വളരെ അടുത്ത ട്രേഡിംഗ് നടന്നു വരുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 23,000 പോയിന്റിന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഒരു ക്രൂഡിൽ ഒരു നെഗറ്റീവ് ടോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. അതേസമയം ഏർലി അവേഴ്സിൽ ശക്തമായിട്ടൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് പിന്നീട് ഒരു നേരിയ തോതിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരിക്കുന്നത്. ബ്രെൻഡിനെ സംബന്ധിച്ചിട്ട് $72 എന്നൊരു നിലയും മറികടന്നിരിക്കുകയാണ്. WTI ക്രൂഡ് ആണെങ്കിൽ $69 എന്നൊരു നിലയിലേക്കും എത്തിയിട്ടുണ്ട്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ക്രൂഡ് ഓയിലിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 1-1.5 മാസമായിട്ട് നമ്മളൊരു സൈഡ് വേസ് പാറ്റേൺ കണ്ടുവരുന്നത്. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ക്രൂഡിന്റെ കേസിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് $69.50 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. ആസ് ഫാർ ആസ് ഇന്ത്യ ഇസ് കൺസേൺഡ് അത് വളരെ നല്ല ഗുഡ് ന്യൂസ് അല്ല. ബട്ട് ദാറ്റ്സ് ദ ഫാക്ട്. ക്രൂഡ് ഓയിൽ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിലൊക്കെ ഇതുകൊണ്ട് സെല്ലിംഗ് പ്രഷർ വരാൻ ചാൻസസ് ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ള കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഡോളർ ഇൻഡെക്സ് കണ്ടവാനം കയറിപ്പോയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ റുപ്പി ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് വളരെ വീക്കായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഇന്ത്യൻ റുപ്പി ഈ ആഴ്ച തന്നെ പുതിയൊരു ഓൾ ടൈം ലോ ലെവലിലോട്ട് എത്തിച്ചേരും. ആൻഡ് ഇതിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു ദാറ്റ് ഇന്നലെ ട്രംപ് പുതിയ ടാരിഫ് ഒക്കെ ഇന്ത്യക്ക് എഗൻസ്റ്റ് ആയിട്ട് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നൊരു സെല്ലിംഗ് പ്രഷർ നടക്കുന്നുണ്ടെങ്കിൽ FIS ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും തീർച്ചയായിട്ടും സെല്ലിംഗ് നടത്തും. ആ സമയത്ത് വീണ്ടും ഇന്ത്യൻ റുപ്പിയുടെ പുറത്ത് പ്രഷർ കാണാൻ സാധിക്കും. സർ, അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് എത്തുകയാണ്. ഗോൾഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നത്തെ പ്രത്യേകിച്ചും ഈ ഒരു ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളുടെ പിന്നാലെ ഈ ഒരു ഗോൾഡിൽ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏർലി അവേഴ്സ് തൊട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം വളരെ കാര്യമായ തോതിലുള്ളൊരു സെൽ ഓഫ് ഒന്നുമില്ലാതെ തന്നെ തുടർച്ചയായിട്ടൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് ഇന്നത്തെ ഇൻട്രാഡേയിൽ ഗോൾഡിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. നിലവിലും ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു മുന്നേറ്റം $3,294 എന്നൊരു നിലയിലേക്കാണ് സ്വർണം എത്തിയിരിക്കുന്നത്. സ്വർണത്തിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരികയായിരുന്നു. ബട്ട് ഇന്നലെ ആ ഒരു സെറ്റപ്പ് നെഗേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി വീണ്ടും മാറിയിരിക്കുന്നു. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $3,300 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം.
എസ് പ്രദീപ് സാർ, ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും ഇന്ന് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ക്വാർട്ടർലി നമ്പേഴ്സിനേക്കാളൊക്കെ വിപണിയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയാണ് അനലിസ്റ്റുകളും ഒപ്പം തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇന്നലെ പരിശോധിക്കുമ്പോഴേക്കും 24,855.05 എന്ന നിലയിൽ ഒരു ഫ്ലാറ്റിഷ് ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വളരെ ശക്തമായിട്ട് അപ്സൈഡ് മൂവ്മെന്റ് എന്ന് പറയാൻ സാധിക്കില്ല, ബട്ട് സ്റ്റിൽ 24,850 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രംപിൻ്റെ പുതിയ താരിഫ് ഇമ്പോസിഷൻ്റെ പശ്ചാത്തലത്തിൽ വിപണിയിൽ ഒരു സെൽ ഓഫ് ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ അത്തരമൊരു സെൽ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ലോങ് ടേം നിക്ഷേപകൻ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്തായാലും തീർച്ചയായിട്ടും, കാരണം ഏപ്രിൽ 7 അത്തരമൊരു നടപടി വന്നു കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു ഗ്യാപ് ഡൗൺ ആയിരുന്നുകൊണ്ട് ശക്തമായിട്ടൊരു പാനിക് സെല്ലിംഗ് ആയിരുന്നു വിപണിയിൽ കണ്ടിരുന്നത്. ഇന്നും അത്തരമൊരു പാനിക് സെല്ലിങ്ങിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം? അല്ല, നമ്മൾ ട്രംപിന്റെ ഈ ടാരിഫ് നയത്തിനെ ഒറ്റപ്പെടുത്തിയല്ല നമ്മൾ മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യേണ്ടത്. നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസ് മുൻപ് തന്നെ ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബെയറിഷായി മാറിയിരുന്നു. ആൻഡ് ലോങ് ടേം ട്രെൻഡിൽ പ്രോബ്ലം ഒന്നും ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് ടു ബി ബുള്ളിഷ്. അപ്പം നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ 2 ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ 24,400, അതിനുശേഷം 24,000 പോയിന്റ്. 24,000 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. സോ ഇന്നത്തെ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ആദ്യത്തെ നിമിഷങ്ങളിൽ നമുക്കൊരു പാനിക് സെല്ലിംഗ് പ്രതീക്ഷിക്കാം. ആൻഡ് ആ ഒരു പാനിക് സെല്ലിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ എവിടെ വരുന്ന സെഷൻസിൽ സപ്പോർട്ട് ലഭിക്കുമെന്നായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ബട്ട് ആസ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഇത് ആക്ച്വലി ഒരു ഇൻവെസ്റ്റിംഗ് അവസരമായിട്ട് തന്നെ ഉപയോഗിക്കണം. കാര്യം നമ്മൾ മറ്റ് രാജ്യങ്ങളോടൊപ്പം അമേരിക്കയുടെ ട്രേഡ് ഡീൽ പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ട്രംപ് ഇപ്പോൾ താരിഫ് 25% ഇമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വരുന്ന 2 മാസത്തിനിടെ തന്നെ മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒരു ടാരിഫ് റിവൈസ് ചെയ്ത് ഒരു പുതിയ എഗ്രിമെന്റ് സൈൻ ചെയ്യും. ആ സമയത്ത് നേരെ റിവേഴ്സ് ആയിരിക്കും മാർക്കറ്റിൽ കാണാൻ പോകുന്നത്. സോ അറ്റ് ദിസ് മൊമെന്റ് എസ്പെഷ്യലി ഫൈനാൻഷ്യലി സ്ട്രോങ് കമ്പനീസ് ആണെങ്കിൽ നമ്മൾ പാനിക് ചെയ്യാതെ ഇരിക്കണം. സർ, അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി എത്തിക്കണം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ഫ്ലാറ്റായ ഒരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 56,150.7 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 72ഓളം പോയിന്റ്സിന് ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ മാർക്കറ്റിൽ ഇന്ന് സെല്ലിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് ഈവൺ ഇൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ബെയറിഷായി മാറും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട്, ആദ്യത്തെ 56,000 പോയിന്റ്, അതിനുശേഷം 55,600 പോയിന്റ്. ഈ 2 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് തീർച്ചയായിട്ടും ബെയറിഷായി മാറും. സർ, ഇന്നത്തെ ഒരു താരിഫ് പ്രഖ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന സെക്ടർ നിഫ്റ്റി ഓട്ടോ ആണ്. ഓട്ടോ സംബന്ധിച്ചിട്ട് ഇന്നലെയും ഏകദേശം ഒരു 0.5% മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസത്തേന് വളരെ മുന്നേ, അത് കഴിഞ്ഞൊരു ചൊവ്വാഴ്ചത്തെ ഒരു ട്രേഡിംഗ് സെഷൻ പരിശോധിക്കുമ്പോഴേക്കും ഒരു ശക്തമായിട്ടൊരു സ്ട്രോങ് നോട്ടിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എങ്കിൽ പോലും ഇന്നലെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ഓട്ടോ സൂചികയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ഓട്ടോ സെക്ടറിന്റെ കേസിൽ നമ്മൾ മെയ് മാസത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് ഒരു സൈഡ് വേസ് പാറ്റേൺ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മേജർ റെസിസ്റ്റൻസ് 24,400 പോയിന്റിൽ കാണുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം അറൌണ്ട് 22,800 ലെവലിൽ നമുക്ക് സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. സോ അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല എളുപ്പത്തിന് 22,800 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. സർ, നിഫ്റ്റി ഓട്ടോയിൽ തന്നെ ഇന്നലെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത കമ്പനിയായിരുന്നു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. പൊതുവെ നല്ല നമ്പേഴ്സ് ആയിട്ടാണ് അനലിസ്റ്റുകൾ വിലയിരുത്തിയിരിക്കുന്നത്. പാറ്റിലടക്കം ഏകദേശം ഒരു 24% ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മാർജിനിൽ ഒരു പക്ഷേ സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേഷനെ മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു അനാലിസിസ് കൂടി പല അനലിസ്റ്റുകളും പറയുന്നുണ്ട്. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്നലെ വളരെ ഫ്ലാറ്റായ ഒരു ടോണിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻട്രാഡേയിൽ ഒരു മുന്നേറ്റം നടത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും പിന്നീട് ഓഹരി ഒരു സെല്ലിംഗ് പ്രഷറായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? എം&എമ്മിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് 2-3 ട്രേഡിംഗ് സെഷൻസ് മുൻപായിരുന്നു നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയത്. ഇറ്റ് ഇസ് സ്റ്റിൽ ട്രേഡിംഗ് അറൌണ്ട് ഓൾ ടൈം ഹൈ. ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു.
ബട്ട് അമേരിക്കൻ ഈ ടാരിഫിന്റെ പ്രോബ്ലത്തിനെ തുടർന്ന് നമ്മൾ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 3115 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, ഒപ്പം ഇന്നലെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി ഹ്യുണ്ടായി മോട്ടോഴ്സ് ആയിരുന്നു. ഹ്യുണ്ടായി മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് അത്ര ഭേദപ്പെട്ട നമ്പേഴ്സ് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ പല പാരാമീറ്റേഴ്സിലും സ്ട്രീറ്റിൻ്റെ ഒരു എസ്റ്റിമേഷനെ മറികടക്കാനായിട്ട് ഹ്യുണ്ടായി മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഓഹരികളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇന്നലെ 0.5% മുകളിലുള്ളൊരു ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം റിസൾട്ട് വന്നതിന് മുന്നോടിയായിട്ട് ഏകദേശം ഒരു 2.5% ഒരു ഓഹരിയിലൊരു റാലിയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഹ്യുണ്ടായി മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഹ്യുണ്ടായിയുടെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് എങ്കിലും M&Mന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2015 നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നടക്കണമെങ്കിൽ 2165 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, അതിനോടൊപ്പം ടാറ്റ മോട്ടോഴ്സിലേക്ക് കൂടി എത്തുകയാണ്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഇന്നലെ നിഫ്റ്റിയെ ഏറ്റവും അധികം ഡ്രാഗ് ചെയ്ത ഓഹരികളിൽ ഒന്നായിരുന്നു ടാറ്റ മോട്ടോഴ്സ്. ഏകദേശം 3.5% നഷ്ടത്തിലാണ് ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരികളെ സംബന്ധിച്ചിട്ട് കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്പനി ഒരു പുതിയ ഏറ്റെടുക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റാലിയൻ ട്രക്ക് മേക്കറായിട്ടുള്ള ഇവാക്കോനെ ഏറ്റെടുക്കുമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വാർത്ത വന്നതിന് പിന്നാലെ, ഇന്നലെയായിരുന്നു വാർത്ത വന്നതിന് പിന്നാലെ വളരെ ശക്തമായിട്ട് സെൽ ഓഫ് ഓഹരിയിൽ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സിൽ ഇനി പ്രധാനമായിട്ടും താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഒത്തിരി മാസങ്ങളായിട്ട് ബെയറിഷായി തന്നെ തുടരുന്നു. ആ ഒരു പാറ്റേണിൽ മാറ്റമില്ല. വളരെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും സൈഡ് വേസ് ആയിട്ട് നമുക്ക് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 660 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തതായിട്ട് ചില റെയിൽവേ ഓഹരികളിലേക്ക് കൂടി എത്തിക്കണം. റെയിൽവേ ഓഹരികളെ സംബന്ധിച്ചിട്ട് ആദ്യമായിട്ട് ടിറ്റഗർ ലൈനിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ടിറ്റഗർ ലൈനിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ടിറ്റഗറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിലെ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 965 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 815 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ RVNL താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? RVNLന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും 320. അറ്റ് ദിസ് പോയിന്റ് പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അടുത്തതായിട്ട് അവലോൺ ടെക്നോളജിയിലുള്ളൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. അവലോണെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? Avalon is a small cap stock and ഈ ഒരു സ്റ്റോക്കിന്റെ കഴിഞ്ഞ 3-4 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു സൈഡ് വേസ് മൂവ്മെന്റ് കാണുന്നത്. സ്റ്റോക്കിൽ ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 778 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 940 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, അപ്പം സൊനാറ്റ സോഫ്റ്റ്വെയറിലൊരു വ്യൂ കൂടി ചോദിക്കുകയാണ്. സൊനാറ്റ സോഫ്റ്റ്വെയർ ഇന്നലെ ഏകദേശം ഒരു 1.5% ഒരു മുന്നേറ്റമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. സൊനാറ്റ സോഫ്റ്റ്വെയറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അടുത്തൊരു സ്റ്റോക്കിന്റെ ഇതിലോട്ട് കിടക്കുക. അതിന്റെ ഡേറ്റ ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട്. യെസ് സർ, അടുത്തതായിട്ട് ഫാർമ സെക്ടറിലേക്കാണ് വരുന്നത്. ഫാർമയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പരിശോധിക്കുമ്പോഴേക്കും നിഫ്റ്റിനേക്കാളും ബെഞ്ച്മാർക്ക് ഇൻഡെക്സിനേക്കാളും മികച്ച ഒരു റിട്ടേൺ നൽകുന്ന ഒരു സെക്ടറായിട്ട് നിഫ്റ്റി ഫാർമ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഏകദേശം ഒരു 5ഓളം ട്രേഡിംഗ് സെഷൻസിലായിട്ട്, കൃത്യമായി പറയും ജൂലൈ 23 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും എല്ലാ ദിവസങ്ങളിലും ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഒരു സെക്ടറിന് സാധിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പോയിരിക്കുന്നത്. നിഫ്റ്റി ഫാർമയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഓക്കെ, നിഫ്റ്റി ഫാർമയിലോട്ട് വരുന്നതിന് മുൻപ് സൊനാറ്റയുടെ ഡേറ്റ ഇപ്പം ലഭിച്ചിട്ടുണ്ട്. സൊനാറ്റയുടെ കേസിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം കാണുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 380 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
ഫാമ ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും അനില പറഞ്ഞത് വളരെ ശരിയാണ്. ഫാമ ഇൻഡെക്സ് നിഫ്റ്റി 50 അപേക്ഷിച്ച് നമുക്ക് ഔട്ട് പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇൻഡെക്സിന് 2 മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 23,600 പോയിന്റും അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 23,900 പോയിന്റും. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വോളറ്റൈൽ മാർക്കറ്റ് എൻവയൺമെന്റിൽ നിരവധി ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സിൽ നല്ല ബുള്ളിഷ് അസറ്റ് പെർഫോം ആവുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ആ ഒരു സെക്ടറിൽ ഫോക്കസ് കൊടുക്കുന്നത് ബെനിഫിഷ്യൽ ആയിരിക്കും. സർ, ഫാർമയിൽ നിന്നുള്ള മാർക്സ് ആൻഡ് ഫാർമയെ കുറിച്ചുള്ളൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ ഏകദേശം 4% കൃത്യമായി പറയുകയാണെങ്കിൽ 3.85% ഒരു മുന്നേറ്റം നടത്തിയ ഒരു ഓഹരി കൂടിയാണ് മാർക്സ് ആൻഡ് ഫാർമ എന്ന് പറയുന്നത്. മാർക്സ് ആൻഡ് ഫാർമ മാത്രമല്ല, പൊതുവെ ഫാർമ മേഖലയെ സംബന്ധിച്ച് ഒരു താരിഫ് വലിയ തോതിൽ ഇമ്പാക്റ്റ് നിലവിലത്തെ ഒരു പശ്ചാത്തലത്തിൽ ചെയ്യില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഫാർമ, സെമി കണ്ടക്ടർ ഉൾപ്പെടെയുള്ള ചില മേഖലകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മാർക്സ് ആൻഡ് ഫാർമയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മാർക്സ് ആൻഡ് ഫാർമയുടെ കേസിൽ നമുക്ക് അഗെയിൻ ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 220 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 260 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, അടുത്തതായിട്ട് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിലേക്കാണ് എത്തുന്നത്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിൽ ഇന്നലെ ഒരു ഫ്ലാറ്റ് ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസായിട്ട് തുടർച്ചയായിട്ടൊരു നഷ്ടം രേഖപ്പെടുത്തി വന്നൊരു സെക്ടർ കൂടിയാണ് ഈ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു ചൊവ്വാഴ്ചത്തെ മാത്രം ഏകദേശം ഒരു 1% ഒരു നേട്ടവും നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ഞാൻ നേരത്തെ ക്രൂഡ് ഓയിലിനെ കുറിച്ച് ഒരു വ്യൂ നൽകിയിരുന്നു. സോ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ മറക്കാൻ പാടില്ലാത്ത 2 ഇമ്പോർട്ടൻറ്റ് പാറ്റേൺ ചേഞ്ച് നമുക്ക് കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് വളരെ വളരെ വീക്കൻ ചെയ്തു പോയിട്ടുണ്ട്. ഇൻഫാക്ട് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ റുപ്പി അമേരിക്കൻ ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു പുതിയ ഓൾ ടൈം ലോ ലെവലിലോട്ട് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ തൽക്കാലമെങ്കിലും നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഇൻഫാക്ട് നമുക്ക് ഓൾറെഡി എക്സ്പോഷേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിന്റെ കേസിൽ 11,200 പോയിന്റ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട്. ഇസ്രായേലിനോടൊപ്പം തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിൽ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിലേക്ക് കൂടിയാണ് വരുന്നത്. റിലയൻസിനെ സംബന്ധിച്ചിട്ട് അവരുടെ കഴിഞ്ഞൊരു ക്വാർട്ടർലി നമ്പേഴ്സ് വന്നപ്പോൾ കോർ ഇൻഡസ്ട്രീസിൽ പ്രത്യേകിച്ചും ഈ ഒരു ഓയിൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു സെക്ടറിലൊരു ഇടിവായിരുന്നു ക്വാർട്ടർ നമ്പർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിലും ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ഒരു ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു ചൊവ്വാഴ്ചത്തെ ട്രേഡിംഗ് സെഷനിൽ മാത്രമാണ് 2% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയത്. പക്ഷേ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴും 0.5% നഷ്ടത്തിലാണ് റിലയൻസ് ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? റിലയൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1378 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ 1440, അതിനുശേഷം 1470 ഈ 2 റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യേണ്ടി വരും. ഈ 2 റെസിസ്റ്റൻസ് ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡിൽ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. സർ, ഒപ്പം തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. IOCയെ സംബന്ധിച്ചിട്ട് ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും 0.5% ഒരു അധികം ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് IOCക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയെക്കാളും ബെറ്റർ ആയിട്ടൊരു പ്രകടനം നടത്താനായിട്ട് IOCക്ക് സാധിച്ചിട്ടുണ്ട്. IOCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IOCയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് 2 ബുള്ളിഷ് ആയി തുടരുന്നു. വളരെ ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. ബട്ട് എങ്കിലും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിലൊക്കെ സെല്ലിംഗ് പ്രഷർ വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 145 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
ഇന്നലെ IOCയോടൊപ്പം തന്നെ നമുക്ക് ഭാരത് പെട്രോളിയത്തിന്റെ കേസിലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 328 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, ഒപ്പം തന്നെ ന്യൂ ഏജ് കമ്പനീസിലേക്കാണ് എത്തുന്നത്. അതിൽ ആദ്യത്തേത് സ്വിഗ്ഗിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. സ്വിഗ്ഗിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. 3% മുകളിലുള്ളൊരു നഷ്ടത്തിലേക്കാണ് നീങ്ങിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊരു സൈഡ് വേസ് പാറ്റേൺ ആണ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സ്വിഗ്ഗിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 390 മുതൽ 400 രൂപ വരെ. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ബൈയിങ് അവസരം വരും സെഷൻസിൽ ലഭിക്കും. സ്വിഗ്ഗിയുടെ കോമ്പീറ്റർ ആയിട്ടുള്ള ഇറ്റേണലിലേക്ക് കൂടി വരികയാണ്. ഇറ്റേണൽ അഥവാ സൊമാറ്റോയിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ 1% മുകളിലുള്ളൊരു നഷ്ടം ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജൂലൈ 22 എത്തുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കണ്ടത്. നിലവിൽ ആ ഒരു ഗ്യാപ്പ് ഇതുവരെ ഫില്ല് ചെയ്തിട്ടുമില്ല. തുടർച്ചയായിട്ട് പിന്നീട് ഒരു ഹൈയിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റേണലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇറ്റേണലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 310 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ തന്നെ പ്രതീക്ഷിക്കാം. ബട്ട് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 297 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സർ, ഇപ്പം തന്നെ ബാങ്കിങ് ഓഹരിയിലേക്കാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ധനലക്ഷ്മി ബാങ്കിനെ സംബന്ധിച്ച് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചൊന്നും അത്ര പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻസ് അല്ല പുറത്തു വന്നിരിക്കുന്നത്. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിലും കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷനിലായിട്ട് തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തി വരുന്ന ഒരു ഓഹരിയാണ് ധനലക്ഷ്മി ബാങ്ക് എന്ന് പറയുന്നത്. ചൊവ്വാഴ്ച മാത്രമാണ് ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ദിവസങ്ങളിലൊക്കെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെയും 1% മുകളിലൊരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധനലക്ഷ്മി ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ധനലക്ഷ്മി ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. അല്ല സൂചിപ്പിച്ചതുപോലെ ഈ കമ്പനിയുടെ മാനേജ്മെന്റ് ക്രെഡൻഷ്യൽസിലൊക്കെ ചില പ്രോബ്ലംസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്സിൽ തൽക്കാലമെങ്കിലും പുതിയ ലോങ് പോർഷൻസ് എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കൈവശം ഓൾറെഡി ഒരു ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 26 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സർ, ഒപ്പം തന്നെ ഒരു താരിഫുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഒരു പ്രൈമറിലി ഇമ്പാക്റ്റ് ചെയ്യുന്ന സെക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ടെക്സ്റ്റൈൽ സെക്ടറാണ്. ടെക്സ്റ്റൈൽ സെക്ടറിലുള്ള താങ്കളുടെ ഒരു ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു സെക്ടറിൽ ഏതെങ്കിലും താങ്കളുടെ ഫോക്കസിലുള്ള ഓഹരികളുണ്ടോ? അല്ല, ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് നാച്ചുറലി കേരള ബേസ്ഡ് ആയിട്ടുള്ള കിറ്റെക്സ്. സോ കിറ്റെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 230 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡും ബെയറിഷായി മാറും. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു സ്റ്റോക്ക് KPR മിൽസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം കണ്ടിന്യൂസ് ടു ബി സൈഡ് വേസ്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 1820 രൂപ. ഇതിൽ ട്രെൻഡ് റിവേഴ്സൽ ബുള്ളിഷായിട്ട് ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 1240 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. മാർക്കറ്റ് പ്ലസിൻ്റെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്നും തന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു സോളിസിറ്റേഷനോ അല്ല. ഏതായാലും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായ പഠനങ്ങൾക്ക് ശേഷം ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന് അഡ്വൈസ് ചെയ്തതിന് ശേഷവും മാത്രം നടത്തുക. ഒപ്പം ഇന്നിപ്പോൾ താരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായും വിപണിയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ടുള്ള വളരെ ജാഗ്രതയുള്ള സമീപനം മാത്രം ഇന്ന് വിപണിയിൽ സ്വീകരിക്കുക. കാരണം ഇന്ന് മാത്രമല്ല നിങ്ങൾക്ക് നിഫ്റ്റിയിലോ വിപണിയിലോ ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഉള്ളൊരു അവസരമുണ്ട്. ഇനിയും ദിവസങ്ങൾ മുന്നോട്ട് കടക്കുകയാണ്. അതുകൊണ്ട് മാർക്കറ്റിന് സെറ്റിൽ ചെയ്യാനുള്ളൊരു അവസരം നൽകുക എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിക്കൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏതായാലും മാർക്കറ്റ് പ്ലസിന് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഒപ്പം അല്പസമയത്തിനകം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഒപ്പം തന്നെ മാർക്കറ്റിന് ഓപ്പണിംഗ് ഡീറ്റെയിൽസുമായിട്ട് നിങ്ങളോടൊപ്പം വിഷ്ണുവും ഒപ്പം തന്നെ സഫാനും മാർക്കറ്റ് സ്ക്രീനറിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.